സഹൃദയരായ നാട്ടുകാർ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ലുക്ക് പല രീതിയിൽ മാറ്റിക്കളയും, മനസ്സിലായി? ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പണ്ട് മുതലേ ചെയ്യുന്ന പരിപാടി. എന്നെ അറിയുന്നവർക്ക് പേഴ്സണലി അത് നന്നായിട്ട് അറിയാം. സ്കൂൾ ടൈം മുതൽ തന്നെ ഞാൻ പല രീതിയിലുള്ള സാധനങ്ങൾ താടിയിലും മുടിയിലൊക്കെ പരീക്ഷിക്കുന്ന ഒരാളാണ്. സ്കൂൾ ടൈമിൻ്റെ കാര്യം പറയാൻ കാരണം സ്കൂളിൽ തന്നെ എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്നു ഒരു 8-9 ക്ലാസ് മുതൽ. ജീൻ അപ്പോൾ എൻ്റെ ലുക്ക് നിങ്ങൾ നോക്കണേ, ഞാൻ പല രീതിയിൽ സാധനം സെറ്റ് ചെയ്യും. നിങ്ങളെൻ്റെ വർക്ക് നോക്കിയാൽ മതി. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ സീരിയസ് ഇഷ്യൂ ഒരു വീഡിയോ ചെയ്തതിനടിയിൽ മൊത്തം അണ്ണൻ്റെ താടി, അണ്ണൻ്റെ മുടി, അണ്ണൻ്റെ താടി. നിങ്ങൾ സ്നേഹം കൊണ്ടാണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്. നിങ്ങൾ വല്ല രേണുസുതിയോ വല്ല ദിയാകൃഷ്ണയൊക്കെ പറയുന്ന സമയത്താണ് നിങ്ങളിത് പറഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ സീനില്ല. റെലവൻ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ലുക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ അത്ര ലുക്കാണോ? ഓക്കെ. ബൈ ദ വേ, ഈ ഫോട്ടോയിൽ കാണുന്ന മഹതികൾ ഇവരാണവർ. ഇന്നലെ ദുബായ് ബേസ്ഡായി മോഡലിംഗ് ചെയ്ത് ഇവിടുന്ന് സ്ത്രീകളെ കൊണ്ടുപോയി അവിടെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന് പറഞ്ഞ് പിടിയിലായ ആളുകൾ. ഇതിൽ ആ സെൻറ്ററിൽ കാണുന്ന കുറച്ച് ഓൾഡായിട്ടുള്ളൊരു ലേഡി ഉണ്ടല്ലോ, സിന്ധു. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തപ്പോൾ, സിന്ധു എന്നുള്ളത് ഇവരെല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നവരുടെ ഒരു പെറ്റ് നെയിം മാത്രമാണ് സിന്ധു. ഇവരുടെ ശരിക്കുള്ള പേര് സ്റ്റോയ്സി എന്നാണ് ഇവരുടെ പേര്. എന്താ പേട്ടിപ്പെട്ട് പേരല്ല ഉള്ള തളജിങ്ങി, സ്റ്റോയ്സി. ഓക്കെ. അപ്പോൾ സിന്ധു, സ്റ്റോയ്സി ഇവരാണ് ഇതിന് മെയിൻ. ഓക്കെ. ഇവരുടെ മകളുടെ പേരിലാണ് ദുബായിൽ എന്തുള്ളത്, ആ ഒരു ഇവൻറ്റ് കമ്പനി ഉള്ളത്. അതായത് ഇപ്പോൾ പേജൊക്കെ പൂട്ടിപ്പോയ അലീസിയ ഇവൻറ്റ്സ്, അത് ഇവരുടെ മകളുടെ പേരിലാണ്. ഇവരുടെ മരുമകനാണ് ആ ഒരു ഇവൻറ്റ് കമ്പനി കൊണ്ട് നടക്കുന്നത്. ആൻഡ് മൈദവേ മരുമകനാണ് എല്ലാവരെയും, വിജേഷ് വയലാർ ചെങ്ങായിയാണ് എല്ലാവരെയും വിളിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും പരിപാടികളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഒരു കിങ് പിൻ, സിന്ധു അലിയാസ് സ്റ്റോയ്സി. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഒന്ന് അലീന ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അലീനേൻ്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടി ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അലീനയുടെ തീട്ടായി എന്തോ ചെത്തിക്കളയുന്നോ വെട്ടിക്കളയുന്നോ അടിച്ചണ്ണാക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്, ഗുണ്ട തീട്ടായി എന്തോ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അലീനേൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ വയ്ക്കാം ഒരു സൈഡിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വേറൊരു ലേഡീനെ നിങ്ങൾ കാണുന്നുണ്ടാവും, ശ്രദ്ധിച്ച് നോക്കണം. ആ ലേഡിയുടെ പേരാണ് മഞ്ജിമ. പൊന്നാനിക്കാരിയാണ്, മലപ്പുറംകാരിയേ. മഞ്ജിമക്ക് അക്കൗണ്ട് പൂട്ടിപ്പോയി, പക്ഷേ അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ട്. ആ തൂക്കി ഇതാണ് മഞ്ജിമ. ഓക്കെ. അപ്പോൾ ഇവരെ 3 പേരെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ആൻഡ് ബൈ ദ വേ, ഞാൻ ഈ കോണ്ടൻറ്റ് ചെയ്ത സമയത്ത് ഇന്നലെ ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തിയുടെ അർബാബ് കൊച്ചിയിൽ വന്ന സമയത്ത് അർബാബിനെന്തോ ഡേറ്റ് ചെയ്യാൻ സെറ്റപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ലേഡീസിനെ വേണമെന്ന് പറഞ്ഞ് ലൊക്കാൻഡോയിൽ തപ്പിയ സമയത്ത് ഏതോ ഒരു ഏജൻറ്റ് 2 ലേഡീസിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഒന്ന് അലീനയും എനിക്ക് തോന്നി മഞ്ജുമയാണോ തോന്നുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് ഇവർ 2 പേരും ഫോട്ടോ അയച്ചു കൊടുത്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തിരുന്നു. അത് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് വെക്കുകയാണ്. ദുബായിലും നാട്ടിലും ഒക്കെ ഇവർക്ക് ഇത് തന്നെയാണ് പണി, ബ്ലഡി എസ്കോട്ട് ഗേൾസ്. അപ്പം അങ്ങനെ അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇനി ഇതിലൊരു 1-2 പേര് അകത്താവാനുണ്ട്. ഒരു പുറത്ത് ദുബായിലാണ്, ഇന്റർപോൾ വഴി പിടിക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗുണ്ടയായ തീട്ടായിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീനയുടെ ഒപ്പമുള്ളത് ഈ നിൽക്കുന്ന മുതലാണ്. ഇവൻ്റെ പേര് ഔറംഗസേബ്. ഈ ഷിയാസ് കരീം, അനസ് പെരുമ്പാവൂർ ഇവരുടെയൊക്കെ വിഷയത്തിൽ, ഈ അടുത്തും ഷിയാസ് കരീമിൻ്റെ വിഷയത്തിലൊക്കെ സംസാരിച്ചത് ഒരുത്തരാണ് ഈ ഔറംഗസേബ്. ചെങ്ങായി ഗുണ്ടയാണ്. ഓക്കെ. ഇവൻ ഗുണ്ടയാണ്, ഇവൻ്റെ ഒപ്പമുള്ള ഒരു ഗുണ്ടയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഗുണ്ടകളുടെ തലൈവിയാണ് തോന്നുന്നത് ഈ അലീന. ഈ റീലിയുടെ കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഗുണ്ടയേട്ടായി ഇന്ന് കുറേ വിളിപ്പിക്കാനുള്ള റീൽസൊക്കെ ആയിട്ട് ഇന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ബാറിൽ കയറി വടിവാള് കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൈ ഒടിഞ്ഞ് തൂങ്ങിയിട്ടൊക്കെ ഈ അലീന വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു കോണ്ടന്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ കോണ്ടന്റിൽ ഞാനത് വെച്ചില്ല. അപ്പോൾ ഈ അലീന എന്താ പറയുക, ചില സ്ഥലത്ത് മോഡലാണ്, ചില സ്ഥലത്ത് ആക്ട്രസ്സാണ്. ആരുടെ ഈ അലീന? ഞാനിതിൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. മോഡലിങ് എവിടെയും ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. മനസ്സിലായോ? ഞാൻ തന്നെ ഇതിനെ കാണുന്നത് ഈ ബാറിൽ വടിവാളായിട്ട് ഒപ്പമുള്ള ഫ്രണ്ട്സിനൊപ്പം കയറി അടി ഉണ്ടാക്കി കച്ചറുണ്ടാക്കി അതിൽ ഔറംഗസേബ് ഫസ്റ്റ് പ്രതി, ഈ ലേഡി സെക്കൻഡ് പ്രതി. അതിനുശേഷം ന്യൂസ് 18 ഒരു വെളുപ്പിക്കൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോഴാണ് ഞാൻ ഈ അലീനയെ കാണുന്നത്. പിന്നെ കാണുന്നത് ഇന്നലെ ഈ മനുഷ്യക്കടത്ത് സെറ്റപ്പിൽ. അപ്പോൾ ഔറംഗസേബ് അലീനയും കൂടിയുള്ളൊരു ഫോട്ടോ കൂടി വെച്ചരാം. ഔറംഗസേബിൻ്റെ വക കുറേ അധികം മെഴുകലുകൾ ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്ന് വന്ന ന്യൂസിലേക്ക് പോകാം.
മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികൾ ഇരകളെ ദുബായിലെത്തിക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ്. 57 ദിവസത്തിന് ശേഷം ഇവരെ തിരികെ നാട്ടിലേക്ക് കയറ്റിവിടും. ഇതിനിടയിൽ ഇരകളുടെ ഫോട്ടോ ഇടപാടുകാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ഓരോ തവണയും ലൈംഗിക ചൂഷണത്തിന് ഒത്താശ ചെയ്യുമ്പോൾ സംഘത്തിന് 25,000 രൂപയാണ് ലഭിക്കുക. ദിവസവും നടക്കുന്നത് ലക്ഷങ്ങളുടെ ഇടപാടാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തുന്ന പ്രതികൾ ഇത് വെച്ചാണ് പിന്നീട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത്. കേസിലെ മാസ്റ്റർ ബ്രെയിനായ സിന്ധുവിന്റെ മകളുടെ ഈവന്റ് മാനേജ്മെന്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിയെ രണ്ടാം പ്രതി അലീന ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം പുറത്തുവന്നു. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയോട്ട് ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും നീങ്ങുകയാണ്. സിന്ധുവിന്റെ മകളുടെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം. സെക്സ് റാക്കറ്റുമായി താരങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ത്രെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് ഒരു ഡയറക്റ്റ് ത്രെട്ട് ആണോ അല്ല വെയിൽഡ് ത്രെട്ട് ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വ്യക്തിം പ്രൊട്ടക്ഷനും നമുക്ക് ചെയ്യേണ്ടതാണ്. ഓപ്പൺ ത്രെട്ട് ഇല്ല വെയിൽഡ് ത്രെട്ട് ആരെയും ചെയ്തെങ്കിൽ കൃത്യമായിട്ട് അവർക്കെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാം. ജെന്യൂൻ ആയിട്ട് കാര്യം നടത്തக்கூடிய ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു ആവശ്യമില്ല. സോ അതിനുடைய ബാക്ക്ഗ്രൗണ്ടിലാണ് ചില ഓർഗനൈസ്ഡ് ഗാങ് അവരുടെ കാര്യങ്ങൾ നടത്തി കാണും. അതിലെന്തെങ്കിലും ബന്ധമുണ്ട് ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം. കേസിൽ കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകും. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയ കേസിൽ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏതാനും ചില ഗുണ്ടകൾ ഈ സെക്സ് റാക്കറ്റിനെയും മനുഷ്യക്കടത്തിനെയും നിയന്ത്രിച്ചിരുന്നു. അലീന ഇവരുടെ ഒരു ഏജന്റ് ആയിരുന്നു, ഒപ്പം ഒരു ഗുണ്ടാ നേതാവിന്റെ പെൺ സുഹൃത്തും. ഇതിപ്പോ ആലുവയാണോ പെരുമ്പാവൂരാണോ? സിന്ധു അല്ലെങ്കിൽ സ്റ്റോയ്സി അവർ പെരുമ്പാവൂരുകാരിയാണ്. അലീനയുടെ ബോയ് ഫ്രണ്ട് ഔറംഗസേബ് പെരുമ്പാവൂരുകാരനാണ്. പെരുമ്പാവൂർ ബെൽറ്റിലുള്ള ഗുണ്ടകൾ എന്ന് പറയണ്ടേ, അതിൽ തന്നെ ഒരു പ്രമുഖ ഗുണ്ട ദുബായിലപ്പോൾ. ഓക്കെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പോവോടെ. പിന്നെ ഇതിലിപ്പോൾ പ്രമുഖരായിട്ടുള്ള നടന്മാരും നടിമാരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോകാനേ ചാൻസ് ഉള്ളൂ. ഇതിന് ഇനി ഒരു 1-2 ദിവസത്തിൽ കൂടുതൽ ആയുസില്ല. അലീനയും ടീമൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നറിയോ, വെളുപ്പിക്കൽ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പോകും. പിന്നെ വീഡിയോ ഇട്ട് നമുക്കെതിരെ കുറച്ച് ഭീഷണി വരും. അത് വലിയ അത് വേറെ സീനാണ്, നമ്മൾ പോയിക്കൊണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, ഇതൊരു അറ്റവും മൂല്യം കാണാതെ പോലും എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. കാരണം ഇതിൽ നിന്ന് സഫർ ചെയ്ത് ഒരുപാട് ജീവനുകളുണ്ട്, പക്ഷെ അവർക്കൊക്കെ ഒരു ശബ്ദമില്ലാതായിപ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോണത് ഓർഗൻ സീനായിട്ട്, അവയവ വിഷയമായിട്ടൊക്കെ ഇത് ലിങ്ക് ചെയ്ത് എന്താണ് ഈ ന്യൂസുകൾ വരും. അതൊക്കെ ന്യൂസ് പുറത്ത് വിടണം പോലീസ്. എന്തിനത് എടുത്തു വെച്ചിട്ടുള്ളത്? ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള പരിപാടികൾ തന്നെയാണ്. മനസ്സിലായി? ഇവിടുന്ന് ദുബായിൽ നിന്ന് കയറിപ്പോയിട്ട് അവിടെ ഇവരെ ചതിച്ച് വഞ്ചിച്ച് അവരുടെ ഓർഗൻസ് പഠിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെയും നടന്നിട്ടുണ്ട്. അതൊക്കെ ശക്തമായിട്ട് അന്വേഷിക്കണം പോലീസ്. മനസ്സിലായോ? അപ്പോൾ അതും കൂടി ഒന്ന് പുറത്തു വരും. പിന്നെ ഇപ്പോൾ ഈ അലീന പറഞ്ഞ ഗുണ്ട ഏട്ടായി വാടിച്ച് തരും വായിലെന്നാണ് പറഞ്ഞത്. കരഞ്ഞ് മെഴുകായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട്. 2 വീഡിയോയിലായിട്ട് നല്ല മെഴുകില്ല. ഏട്ടായിന് മെഴുകലൊന്ന് കാണാം. ചാനലിൽ മൊത്തം ന്യൂസായിരുന്നു. ഇവിടെ ദുബായിക്ക് ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് പീഡിപ്പിച്ച് മയക്കുമരുന്ന് കൊടുത്തുന്നൊക്കെ. എൻ്റെ പൊന്ന് ചാനലുകാരെ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് വിടുക. കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പുറത്ത് വിടുക. വെറുതെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് നിങ്ങളെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പറയല്ലേ. ഈ പരാതിക്കാരി ആയ കുട്ടി എത്ര വർഷം ദുബായിലുണ്ടായിരുന്നു ആദ്യം അന്വേഷിക്കുക. 3 മാസം കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി പിടിപ്പിച്ചെന്നല്ലോ പറയണത്. എത്ര വർഷം ഉണ്ടായി? അത് ആരുടെ കെയർ ഓഫിൽ അവിടെ ഉണ്ടായിരുന്നത്? ആരാണ് അതിൻ്റെ പിന്നിൽ നിന്നും ഒന്ന് കറക്റ്റ് അന്വേഷിക്കുക. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പെണ്ണായതുകൊണ്ട് അതിനെ ഇത്രയധികം ക്രൂശിക്കരുത്. കാര്യം ആണുങ്ങളെ വേണമെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കും. ഇതല്ലാന്ന് ഈ ചാനലിലും ഇതിലൊക്കെ വന്നിരുന്ന് കമൻറ്റുകൾ, അഡ്രസ്സും പേരൊന്നുമില്ല, ഫേക്കായിട്ടുള്ള കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ട് കുറേ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ
ഇത്തിരിയെങ്കിലും ഇതുണ്ടെങ്കിൽ ബോധം ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക. ചാനലുകാരുടെ അടുത്താണ് പ്രത്യേകം പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റിന് എനിക്ക് വിശ്വാസമാണ്, അന്നും വിശ്വാസമാണ്. കാര്യം അവർ ഇനി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇവനാണോ അണ്ണാക്കിലോ ആയാലും അടിച്ചു കൊടുക്കുന്ന ഇവള് പറഞ്ഞു, ഈ അലീന പറഞ്ഞവൻ? അയ്യടാ, ഒരു കാര്യം പറയാം ഔറംഗസേബ്, നിനക്ക് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് വിളിച്ച് പറയാമല്ലോ. നീ ഇതിനായിട്ടൊരു ബന്ധപ്പെട്ട ഒരാളല്ല, നിനക്കിതിലൊരു സ്കീമും ഇല്ല. നിനക്കിതിൻ്റെ ബിഹൈൻഡുള്ള ആൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ, നിനക്ക് അലീന നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ നീ പറവോനെ ആരാ അതിൻ്റെ പിന്നിൽ എന്നുള്ളത് അത് പറയില്ല. സിസ്റ്റത്തിൽ വിശ്വാസമുണ്ട്, കോടതിയിലും നിയമത്തിലും പോലീസിലും വിശ്വാസമുള്ള ഗുണ്ട. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം അങ്ങനത്തെ ഒരു മുതലിനെ. വല്ലാത്തൊരു സ്പെസിമൻ. എടേ, നിനക്ക് ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇതിൽ പെട്ടു, ഓക്കെ? അവർ രണ്ടാം പ്രതിയാ. സിന്ധു എന്ന് പേരുള്ള സ്റ്റോയ്സിയാണ് ഇതിൻ്റെ മെയിൻ പ്രതി. അതിനുശേഷം അവരുടെ മകള്, അതിനുശേഷമൊക്കെയാണ് നിൻ്റെ ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ട് വരുന്നത്. പിന്നെ ഈ ഇവൻറ്റിന് പോയവരാരും ഒരു മോഡലിംഗ് ഒരു റാമ്പിൽ ഇറങ്ങിയിട്ടൊന്നും നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവിടെ ദുബായിൽ കണ്ടിട്ടില്ല. ഓർഗനൈസ് ചെയ്യാൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ബിഹൈൻഡ് ദ സീൻ അവരെ കുറച്ച് പേര് കണ്ടു എന്നല്ലാതെ, പിന്നെ കുറച്ച് റൂമിലും കണ്ടു എന്നല്ലാതെ വേറെ എവിടെയും നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവരെവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? അയ്യോ, ഇതൊരു കെയറിങ് ഏട്ടായിക്ക് വന്നിട്ട് അങ്ങോട്ട് ഇനി അതാ രസം, ഇനി ഏറ്റെടുക്കുണ്ടാ. ഇത് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ച് എന്നെ വേറൊരു രീതിയിലും എന്നെ തളർത്താൻ പറ്റില്ല എന്നറിയാം. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തളർന്നു പോകുന്നതാണ് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ കുറേ ഫേക്കായിട്ടുള്ള കേസ് കൊണ്ടുവന്നിട്ട് അത് ഇത്രയും വലിയൊരു മനുഷ്യക്കടത്തും ഇതൊക്കെ ആയിട്ട് ചാളയിലൊന്നും അല്ലല്ലോ ഇവിടെ വിളിച്ചുകൊണ്ട് കടത്തി കളയാനായിട്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കോടതിയോട് നമുക്ക് നല്ല വിശ്വാസമാണ്, ഡിപ്പാർട്ട്മെൻറ്റിനോട് വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ആരാന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതിൽ എത്ര ആക്ടേഴ്സ് പങ്കെടുത്തതാണ്, എന്തുകൊണ്ടാണ് അവരുടെ പേരൊന്നും വരാത്തത്, അവരൊന്നും ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അതല്ല എൻ്റെ ടാർഗറ്റ്. കാര്യം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതിന് മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇതിലൊന്ന് പൂട്ടാമെന്ന് വിചാരിച്ചു. അത്ര അതിലുള്ളൂ. അതിൽ എൻ്റെ അലീന അതിൽ പെട്ടു, ഇത്രേ ഉള്ളൂ. ആരാ നീ? അൽഖ്വയ്ദ, താലിബാനാ? എവിടെയെങ്കിലും ഒന്ന് പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനാന്ന് പറഞ്ഞിട്ടോ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്? നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും ഗ്രാവിറ്റി ഉള്ളൊരു കേസ് നിൻ്റെ ഗേൾ ഫ്രണ്ട് വഴി പിടിക്കാൻ നിൽക്കേണ്ട കാര്യമുള്ളത്? ഇത് സിന്ധു എന്ന് പേരുള്ള സ്റ്റോയ്സി അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ സ്കീമിനിടയിൽ പോലീസുകാർക്ക് കുറച്ച് കാലമായി ഡൗട്ടുള്ള, ഇൻ്റർപോളിനടക്കം കുറച്ച് കാലമായിട്ട് ഡൗട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. മനസ്സിലായോ? കൃത്യമായ വിക്ടിംസ് വന്നു, 3 പേര് വന്നു. ആ 3 പേര് കൃത്യമായ മൊഴികൾ കൊടുക്കുന്നു, അതിൻ്റെ പ്രൂഫുകൾ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും അത് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഗുണ്ടാ ലിസ്റ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മിനിമം ഗുണ്ടയായിട്ടാണ് നിന്നെ കൺസിഡർ ചെയ്തതെന്നാണ് എൻ്റെ അറിവ്. ഇനി നിനക്ക് കാര്യങ്ങൾ അറിയാം, നിനക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ നീ പുറത്ത് വിട്, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എന്നോട് പറയും. എനിക്ക് അമ്മതിരി വീടൊന്നുമില്ല, നമുക്ക് എടുത്തിടാം പുറത്ത്. ആരാണ് ഇതിന് പിന്നിൽ? നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുടുക്കിയത് ആര്? നിനക്ക് സ്കെച്ച് വെച്ചത് ആര് എന്നുള്ളത് അറിയട്ടെ, പൊതുജനങ്ങൾ അറിയട്ടെ. ഏതാണ് നടന്മാർ, ഏതാണ് നടിമാർ എന്നുള്ളത് അറിയട്ടെ. ഞാൻ ഇന്നലെ കുറച്ച് പേരുടെ ഫോട്ടോ വീഡിയോസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇവൻറ്റിന് പങ്കെടുക്കാൻ വേണ്ടി പോയവരും ഇവൻറ്റ് പ്രൊമോട്ട് ചെയ്തവരും അവർക്കെതിരെ ഡെഫിനറ്റ്ലി എന്താണെങ്കിലും അന്വേഷണം വരും. അവരവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വേണ്ടി വരും. ഓക്കെ, അതല്ലാതെ നിൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പറ മോനെ, എന്നിട്ട് നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനല്ലേ. ഈ ഇരകളായ ആൾക്കാരൊക്കെ എവിടെ സാറേ? ഒരാൾ ആദ്യം കേസ് കൊടുത്തിട്ട് നേരെ പോയി ദുബായിക്ക് തന്നെ. രണ്ടാമത്തെ ആൾ അലീസ ഇവൻസിനെതിരെ ഈ ഒരു കമ്പനിക്കെതിരെ പരാതി കൊടുത്തതിന് ശേഷം ഈ ശനിയാഴ്ച ദിവസം ഇത്രയും പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷം ആ ഒരു കമ്പനിയിലേക്ക് തന്നെ കയറിപ്പോയി ഈ ശനിയാഴ്ച ദിവസം. നന്ദു എന്ന് പറഞ്ഞ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ ഒപ്പം. അപ്പോൾ ഇതിൽ 8 വർഷത്തോളമാണ് അവരോട് നിന്നേക്കണത് ദുബായിൽ. 3 മാസം എത്തിയിട്ടുള്ളതാണ് കേസിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അർത്ഥം എന്താണ് സാറേ? ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരാളും കൂടി ഉള്ളൂ ഇന്നിവിടെ, അതും പോവാണ്ടൊന്ന് നോക്കണം. കാര്യം ഒരാളെങ്കിലും ചോദ്യം ചെയ്ത സത്യാവസ്ഥകളൊന്ന് മനസ്സിലാക്കണം. ശരി. അപ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം. ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ മൊണ്ണകൾ. നേരത്തെ ഇവിടുത്തെ സിസ്റ്റത്തിൽ വിശ്വാസമുണ്ട്, പോലീസിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളാണ്. അയാൾ തന്നെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് പോലീസുകാരെ കൊണ്ട് ഒരു പുണ്ണും പിണ്ണാക്കും നടക്കില്ല എന്ന്. ഇപ്പം നീ പറഞ്ഞല്ലോ 8 വർഷമായിട്ടുള്ള ഒരാളാണ്, 3 മാസമായിട്ടുള്ള ആളല്ല, ഒരേ കമ്പനിയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിലല്ലേ സ്വന്തം ഗേൾ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യണ്ടേ?
ആണോ അല്ലേ? ഉണ്ടൻ ഗേൾ ഫ്രണ്ട് അവിടെ മാസം അടിച്ചിരിക്കുക. ഏത് അണ്ണം വരും അണ്ണാക്കി തരുന്ന്. ഇത് അണ്ണൻ വന്ന് മൊണ്ണാപ്പി കളിയും കളിച്ച് പോയ പോലെ ആയി പോയല്ലോ. ഷേ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ. എല്ലാം തൊലഞ്ഞു പോച്ച്. ഞാൻ അലീന പുറത്തിറങ്ങുമ്പോൾ അലീന ഇങ്ങനെ എന്തൊരവസ്ഥയായിരിക്കും. ഓഹ്. ആൻഡ് ബൈ ദ വേ, നീ പറഞ്ഞ ഔറംഗസേബും അലീനയും തമ്മിലുള്ള സ്കീമിൽ ആ ബാറ് കേസ് ഉണ്ടായതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആയത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഈ യൂണിവേഴ്സൊന്നുമില്ല ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ. എന്നാലും തിരുവനന്തപുരം സ്വദേശി അലീന, കൊല്ലം സ്വദേശികളായ ഷെഹിൻ ഷാ, അല്ലമീൻ എന്നിവരെയാണ് മരട് പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച രാത്രി വൈറ്റിലെ കണ്ണാടിക്കാടുള്ള ബാറിൽ മദ്യപിക്കുന്നതിനിടെ അലീനയും അടുത്ത സീറ്റിലിരുന്ന മധ്യവയസ്കനും തമ്മിൽ തർക്കമുണ്ടായി. ബാർ ജീവനക്കാർ ഇടപെട്ടു. തർക്കവും കയ്യാങ്കളിയും ബാറിന് പുറത്തേക്കും നീണ്ടു. കാറിലേക്ക് പോയ അലീനയും സുഹൃത്തുക്കളും തിരികെ എത്തിയത് വടിവാളുമായി. ബാർ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് 4 പേർക്കെതിരെ കേസെടുത്തത്. സംഘം ബാർ ജീവനക്കാരനെ മർദ്ദിച്ചെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു. വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവ് ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ് മരട് പോലീസ്. കേസില് 2ാം പ്രതിയാണ്. കേസിൽ 1ാം പ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ്. ഈ ഔറംഗസേബ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ജെനുവിൻലി പറഞ്ഞാൽ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഈ ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അലീനയുടെ ആരാ ഔറംഗസീബ്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ 3.5 വർഷമായി ഞാൻ എറണാകുളത്ത് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഈ ഷൂട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് നിൽക്കുന്ന എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽഡ്. അപ്പോൾ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. മോഡലിംഗ് രംഗത്ത്, സീരിയൽ സിനിമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ അതെ. ഈ നമ്മൾ സമീപകാലത്ത് കേൾക്കാറുണ്ട് ഈ മോഡലിംഗ് രംഗത്തും സിനിമയിലൊക്കെ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന്. അത് പെൺകുട്ടികളെ പോലും ഈ ഒരു കെണിയിലേക്ക് പെടുത്തിയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല സാറേ. എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഈ മൂവീസിലും നമ്മളിപ്പോൾ സീരിയലിൽ പോകണമെങ്കിൽ നമ്മൾ എന്താണോ അതാണ് അവിടെ. അല്ലാതെ ഒരാൾ നമ്മളെ പിടിച്ച് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സീരിയലോ സിനിമയിലോ നമ്മൾ പോകുമ്പോൾ ഇത് ഉപയോഗിച്ചേ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ഇൻറ്റൻഷ്യലി നമുക്ക് തരത്തില്ല. മോഡലിംഗിൽ ചെയ്തൊരു കുട്ടിയാണ്. എക്സ്പീരിയൻസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് എൻ്റെ അറിവിലുണ്ട്. മോഡലിംഗ് ഫീൽഡിലുണ്ട് സാറേ. കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ട്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരും ഇതിന് വേണ്ടിയിട്ട് മെയിൻ മോഡലിംഗിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നവർ അത്യാവശ്യം ഉണ്ട്. പക്ഷേ സിനിമ സീരിയൽ ഫീൽഡിൽ അങ്ങനെ നമ്മൾ പോകുന്ന അഭിനയിക്കുക, നമ്മുടെ കാര്യം കഴിയുക, നമ്മൾ വീട്ടിൽ പോവുക, കഴിഞ്ഞു. പക്ഷെ മോഡലിംഗ് ഫീൽഡ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനിപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെ അതെ അതെ ഗേൾസും ഉണ്ട്. അപ്പോൾ കണ്ടു അങ്ങനെയൊന്നുമില്ല ഇതുവരെ. അങ്ങനെ ഞാനായാലും ഇപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്നൊരു ഷൂട്ടിനും പോയിട്ടില്ല. പോവുകയാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ചേട്ടനോ അമ്മയോ ഇത്തായോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കൊണ്ടുപോവുക. അത് കഴിയുമ്പോൾ നേരെ വീട്ടിൽ പോവുക. അങ്ങനെ ഒരിടത്തും സ്റ്റേ ചെയ്യൽ, ഷൂട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് നിൽക്കലൊന്നും, അതാണ് എനിക്ക് ഇത്ര വിഷമം. കേട്ടല്ലോ, അലീന അത്ര പുണ്യാളത്തിയൊന്നുമല്ല, മനസ്സിലായില്ല. രൂപക്കുട്ടിലെടുത്ത് വെക്കേണ്ട മറ്റേ സെയിൻറ്റ് മേരി ഒന്നുമല്ല അലീന എന്ന് പറയുന്നത്. സംഗതി ബാറിൽ തോട്ടി പിടിച്ച് വടിവാളും കാണിച്ച് അവിടുന്ന് അടിയും വാങ്ങി, പിന്നെ അവിടുന്ന് ന്യൂസ് 18 കയറിയിരുന്ന് മെഴുകി, അങ്ങനെ സ്കീമാണ് ഇവർ. പക്ഷെ ബ്രൂട്ടൽ ഹോണസ്റ്റ് ആട്ടെ. ഏത് മോഡലിംഗ് ഫീൽഡിൽ ലഹരിയുടെ ഉപയോഗമുണ്ട്, അതൊക്കെ അയ്യോ ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറയണതിനൊക്കെ. അപ്പോൾ എൻ്റെ ഒരു വിഷൻ ഞാൻ പറയാം, ഈ ഒരു കേസിൽ ഇത് എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം ഉന്നതരിലേക്ക് ഈ കേസ് ഷിഫ്റ്റ് ആകുമ്പോൾ ഇത് പണിവാളും. ഈ സിന്ധു എന്ന് പറഞ്ഞ ചോയ്സ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയില്ല. വർഷങ്ങളായിട്ട് ഇവർ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ദുബായിൽ മാത്രമല്ല, യൂറോപ്യൻ കൺട്രികളടക്കം പല സ്ഥലത്തും ഇവർ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, വാട്ടെവർ. ഉന്നതരിലേക്ക്, വലിയ മീനുകളിലേക്ക് ഈ കേസ് പോകും തോറും കേസിൻ്റെ ഗ്രാവിറ്റി കുറയും. 1-2 ദിവസം കേസ് ഇങ്ങനെ അവിടെയും ഇവിടെയും കണ്ടു എന്ന് വരും. 3-ാമത്തെ ദിവസം കേസ് തൂങ്ങി. ഒരു ചാനലിലും പിന്നെ ഈ കേസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾ കാണാൻ പോകുന്നില്ല. മനസ്സിലായോ? ഈ ചെറിയ മീനുകളിൽ ഇങ്ങനെ നിൽക്കും. ഏത് സിന്ധു, അലീന, മഞ്ജിമ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. പിന്നെ ആരെ പേരുകളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഇതിൽ ഗോൾഡ് ഇൻവോൾവ് ആണ്, മീറ്റ് ഇൻവോൾവ് ആണ്. മീറ്റ് ഇൻ ദ സെൻസ് ഇത് മനുഷ്യക്കടത്ത്. പിന്നെ ഇതിനകത്ത് ഓർഗൻ ഇൻവോൾവ് ആണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ പല രീതിയിലുള്ള വാഗ്ദാനം കൊടുത്ത് കൊണ്ടുപോയി ചതിക്കുക. ഇതൊക്കെ
ആണുങ്ങളെ കൊണ്ടുപോകുന്ന മറ്റേനാ ഏത് ഓർഗന്, പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന ശരീരത്തിനും പിന്നെ ഓർഗനുമാണ്. മനസ്സിലായില്ലേ? ഇതൊരു മാഫിയാണ്. എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാലോ. അതേപോലൊരു കേസ് വരും. ഇതിപ്പോൾ ഒരു പ്രഷറും ഇല്ലാതെ അവർ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ആയി തോന്നുന്നു. ഇനിയിപ്പോൾ കുറച്ചാണ് കഴിയുമ്പോഴത്തേക്ക് ഇനി ക്യാബിനറ്റും കൂടി എല്ലാവരും ഒന്ന് ഓക്കെ ആയിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ ടൈമാണ്. ഈ സാധനം കറക്റ്റ് ആൾക്കാരെ ട്രാക്ക് ചെയ്ത് പിടിച്ചാണ്ടല്ലോ വേറെ ലെവലായിരിക്കും. വി ഡി സതീശൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു, ലഹരി എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കിട്ടിയതുകൊണ്ട് അത് ആര് തന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ച് പറയിപ്പിക്കണമെന്ന്. ഈ കേസ് നിങ്ങളൊന്ന് പറയിപ്പിച്ച് കാണിച്ചതാണ് സമ്മതിച്ചേരെ. നടക്കൂല, കൂട്ടിയാൽ കൂടില്ല. മനസ്സിലായി? ഇനി എന്ത് ബൂക്കി വീഡിയോ ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും ലഹരി 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 അതിൻ്റെ ഉറവിടമൊന്നും കണ്ടെത്തി അത് നശിപ്പിക്കാനൊന്നും നടക്കുകയൊന്നുമില്ല. ഇത് മറ്റേ ലോകേഷ് കനകരാജിൻ്റെ യൂണിവേഴ്സൊന്നും അല്ലല്ലോ 10 ആൾ തോക്കും കൊണ്ടിറങ്ങിയിട്ട് ചാമ്പി വിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പോയി നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരനെയാവും ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കാൻ പോകണ്ട. ഇത് എടുത്ത് ഞാൻ പറഞ്ഞ പോലെ ചോയ്സി അലീന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 10 പേരിലാണ് പോകും. ഇപ്പോൾ ഏറിപ്പോയാൽ ഏതെങ്കിലും ഒരു നടനെയോ നടിയോ പിടിച്ച് ചോദ്യം ചെയ്തു ആർക്കെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ സാധനത്തിനെടുത്തിട്ടിട്ട് നാട്ടിലെ മുന്നിൽ കണ്ണും മൂടിച്ച് നല്ല പൊടി നട്ടിപ്പോവും. അത്രേ ഉള്ളൂ.